എന്നെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മായയുടെ ഓർമ്മ മാത്രമായിട്ട് ജീവിക്കുകയാണ് ഞാൻ. ഇനി വേറൊരു സ്ത്രീ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നറിയാമല്ലോ. സ്വന്തമെന്ന് പറയാൻ ആകെ കൂടി ഉണ്ണിയല്ലാതെ മറ്റാരുമില്ല. മായ മരിച്ചതിൽ പിന്നെ ഇതുവരെ ലീവിൽ പോലും ഞാൻ വന്നില്ല. ഓരോ തവണയും ടിക്കറ്റ് എടുക്കും, പിന്നെ ക്യാൻസൽ ചെയ്യും. വന്നാൽ ഒരു രാത്രി മുഴുവൻ ഇവിടെ ഉണ്ണിയുടെ കഴിഞ്ഞാൽ പിന്നെ എന്റെ മകനെ കൂട്ടാണ്ട് മടങ്ങാൻ എനിക്ക് പറ്റില്ലെന്നറിയാനും. മാഷും ടീച്ചറും നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോ മടിച്ചു. പക്ഷേ എത്ര കാലം എന്ന് വെച്ചിട്ടാണ്? നിങ്ങൾക്ക് പ്രായമായി വരുന്നു. ഇപ്പോഴാണെന്ന് വെച്ചാൽ ഉണ്ണിയെ സ്കൂളിൽ ചേർക്കേണ്ട സമയമാണ്. എന്നായാലും എന്റെ കൂടെ വരണം. തുടക്കം തൊട്ടേ അവിടെയായാൽ അതല്ലേ നല്ലത്. ഈ ജന്മത്ത് തീരില്ല എനിക്കുള്ള കടപ്പാട്. എന്നാലും എതിര് പറയരുത്. ഉണ്ണിയെ എന്റെ കൂടെ അയക്കണം. എനിക്ക് മറ്റാരുമില്ല. എന്തെങ്കിലും ഒരു പഴുതുണ്ടായിരുന്നെങ്കിൽ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞേനെ. പക്ഷേ രഘു പറഞ്ഞത് മുഴുവൻ ന്യായ, മുഴുവൻ സത്യ. പിന്നെ ഞങ്ങൾ എന്ത് പറയാനാ? ഇല്ലേ ടീച്ചറെ? ഉണ്ണിയെ കൊണ്ടുപോകോളൂ. എന്താ ഏർപ്പാടെന്ന് വെച്ചാ ചെയ്തോളൂ. നന്മ വരുത്തണേ നമ്മയോട് പ്രാർത്ഥിച്ചോളൂ. പള്ളി കര പിന്നെന്താ? ഇല്ലിമേലായിരം പള്ളിമുട്ട എന്ന് വെച്ചാ എന്താ മുത്തശ്ശ? മുത്തശ്ശ അതെ, ഉണ്ണിക്കുട്ടൻ അച്ഛൻ്റെ കൂടെ പോയാല് പഠിച്ചു പഠിച്ച് വലിയ ആളാവണം കേട്ടോ. ശരി, നമ്മൾ എല്ലാരും കൂടി ഇപ്പൊ എയർപ്ലെയിനിലാ പോവാ. മുത്തശ്ശന് പ്ലെയിനിൽ കയറാൻ പേടിയുണ്ടോ? ഉണ്ണിക്കുട്ടൻ കൂടെ ഉള്ളപ്പോ പിന്നെ മുത്തച്ഛൻ എന്തിനാ പേടിക്കണേ? അത് ശരിയാ. മോന് പേടിയുണ്ടോ പ്ലെയിനിൽ പോവാൻ? ഉണ്ണിക്കുട്ടൻ മുത്തശ്ശിയുടെ മടി കയറി ഇരിക്കുമല്ലോ, അപ്പൊ പിന്നെ എങ്ങനെ പേടി വരിക? ഈ മുത്തശ്ശനൊന്നും അറിഞ്ഞൂടാ, അതാ. അപ്പവും ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി മുത്തശ്ശന്റെ വീട്ടിലേക്ക് അതിലേ പോയി ഇതിലേ പോയി അതിലേ പോയി ഇതിലേ പോയി അതിലേ പോയി ഇതിലേ.
ഉണ്ണി ഇറങ്ങിപ്പോണത് കണ്ടു നിൽക്കാൻ വയ്യ. ഞങ്ങള് മാറി നിൽക്കാം. ഉപായത്തില് മോനെയും കൂട്ടി പുറപ്പെട്ടുള്ളൂ. ഇനി എപ്പോഴാ വരിക? വരുമ്പോ ഞങ്ങൾ ഉണ്ടാവുമോ? ഒരു നിശ്ചയമില്ല. എന്നാലും വരണം. മായമ്മ ഇവിടെയാ ഉള്ളത്. ഈ വീടും ഇതെല്ലാം ഉണ്ണിക്കുള്ളതാ. അത് മറക്കണ്ട. ഞങ്ങളുടെ ബലിയിടാൻ ഇനി അവലേ ഉള്ളൂ. കരയാതെ മോനെ. മോനെ മോനെ അച്ഛൻ പ്ലെയിനിൽ കൊണ്ടുപോവാ. മോനിങ്ങനെ ശാഠ്യം പിടിക്കാതെ. ഉണ്ണി അച്ഛൻ പറയുന്നു കേൾക്കുമ്പോ. മോനെ കരയാതെ ഉണ്ണി. ഉണ്ണി ഇവിടെ വരാനല്ലേ പറഞ്ഞത്? പോകാം.